എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. Let this mind be in you which was also in Christ Jesus. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുന്ന വേദഭാഗങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഭയങ്കരമായിട്ട്. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് മലയാളികളായ നമ്മൾ വായിച്ചു വെച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മുഖത്തുണ്ടാക്കിയെടുക്കുന്ന ഭാവവും ശരീര ഭാഷയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഭാവവും ഭാവങ്ങളും ആണെന്നാണ്. നോ, ദാറ്റ് ഈസ് ആൻ ആക്ടിങ്. പാസ്റ്ററെ കാണുമ്പോൾ മുഖത്ത് ഏത് ഭാവം ഇടണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. വെളിയിലിറങ്ങുമ്പോൾ ഏത് ഭാവത്തിലാകണമെന്നും അവർക്കറിയാം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത്, വ്യക്തമായി പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ മനസ്സ്, മനോഭാവം, മൈൻഡ് ഈസ് മൈൻഡ്. അവൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വിജയകരമാകും. യേശു മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ആ മൈൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ സഭകളിൽ ഐക്യതയുണ്ടാകും. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ വളർച്ചയുണ്ടാകും. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുകയില്ല. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരെയും പരിഹസിക്കില്ല. ആ മൈൻഡ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആർക്കും വിരോധമായി എഴുന്നേൽക്കില്ല. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. We want to come out the limits of a religious, ritualistic mindset. നമ്മൾ ഇന്ത്യക്കാർക്ക്, ഭാരതീയർക്ക്, എനിക്ക്, നിങ്ങൾക്ക്, എല്ലാവർക്കും, എല്ലാവരുടെ അകത്ത് ഈ റിച്വലിസ്റ്റിക് ആയ റിലീജിയന്റെ ഒരു മൈൻഡ് ഉണ്ട്. വളർന്നു വന്ന സാഹചര്യം, പഠിച്ചത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടാൻ, ജീവിതം രക്ഷപ്പെടാൻ, അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, മതപരമായ ചിന്തകളിൽ നിന്നും, റിച്വലായ ആചാര അനുഷ്ഠാനങ്ങൾ, റിച്വലിസ്റ്റിക് മൈൻഡിൽ നിന്നും നീ പുറത്തു വരാതെ നിന്റെ വീട്ടിലെ ശാപങ്ങൾ മാറില്ല, നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. 100% നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെയൊക്കെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ, എത്ര പ്രവചിച്ചിട്ട് എന്ത് കാര്യം, എത്ര പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്ത് കാര്യം, വേദപുസ്തകത്തിലെ 66 പുസ്തകവും പഠിച്ചിട്ട് എന്ത് കാര്യം? ആദ്യം മാറ്റമുണ്ടാകേണ്ടത് എന്റെ മൈൻഡിനാണ്, എന്റെ മനോഭാവത്തിനാണ്. ക്രിസ്തുയേശുവിന്റെ മനോഭാവം, മൈൻഡ്, മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവിനോട് പറയണം, കർത്താവെ, റിച്വലായിട്ടുള്ള, റിലീജിയൻ ആയിട്ടുള്ള, മതപരമായിട്ടുള്ള ചിന്തകളുടെയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നെങ്കിൽ, ഞാൻ വിശ്വാസത്തിൽ വന്നു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ചർച്ചിൽ വരുന്നു, ബട്ട് മൈ മൈൻഡ് റിമൈൻ അൺചേഞ്ച്ഡ്. ഇപ്പോഴും എൻ്റെ മനോഭാവങ്ങൾക്ക്, എൻ്റെ മനസ്സിന്, എൻ്റെ ചിന്താഗതികൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തോ കർത്താവ് ഈ കാലഘട്ടത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി തരുന്നൊരു സന്ദേശമായി എനിക്കിത് ഫീൽ ചെയ്യുകയാണ്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്തത്, ഏറ്റവും കൂടുതൽ യേശു കർത്താവ് അഗ്രസീവായി നിന്നും സംസാരിച്ചത് ഈ കൂട്ടരോടായിരുന്നു. റിച്വൽസ് ആൻഡ് റിലീജിയസ് പീപ്പിൾ. ബിക്കോസ് ക്രിസ്ത്യാനിറ്റി is not a religion. Christianity is the relationship. ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണെന്ന് പറഞ്ഞു. ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണ്. നിനക്ക് ബന്ധം ഉണ്ടെങ്കിൽ നീ മതത്തിന് പുറത്താണ്.
ബന്ധമാണ്. Yes, amen. നിനക്കിപ്പോഴും ബന്ധമില്ലെങ്കിൽ നീ ഇപ്പോഴും മതത്തിന്റെ ഭാഗമാണ്. Amen. Hallelujah. മമ്മ, ഇതൊരു മതമല്ല കേട്ടോ, ഇതൊരു റിലീജിയൻ അല്ല. ചുങ്കക്കാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു, വ്യഭിചാരികളായ സ്ത്രീകൾക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു, പരീശന്മാരായ നിക്കോദിമോസുമാർക്ക് അവന്റെ അരികിൽ വരാമായിരുന്നു, ചുങ്കം പിരിക്കുന്ന സക്കായിമാരോടുകൂടെ അവൻ പാർത്തു. അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. ജീസസ് accepted all. Jesus loved everyone. Amen. I am his son. Yes. You are his son and daughter. Yes, amen. We are serving that God. Amen. സകലരെയും ഒരുപോലെ അംഗീകരിച്ച, സകലരെയും ഒരുപോലെ സ്നേഹിച്ച, എല്ലാവരെയും ഒരുപോലെ കണ്ട ഒരു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ, അവനെയാണ് നീ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ, അവനെയാണ് നീ ഫോളോ ചെയ്യുന്നതെങ്കിൽ, നിന്റെ മനോഭാവം, നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ മനസ്സ് അവനെ പോലെയാകട്ടെ. Amen. Hallelujah. പറഞ്ഞ ഇതൊരു മതമല്ല, ഇതൊരു മതമല്ല, ഇതൊരു ബന്ധമാണ്. ഇതൊരു ബന്ധമാണ്. ഒന്നുകൂടെ അപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ മരണത്തിലും മറയാത്ത ബന്ധമാണ്. മരണത്തിലും മറയാത്ത ബന്ധമാണ്. Matthew chapter 15 verses 1 to 10 please. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം. എല്ലാരും പറഞ്ഞേ സമ്പ്രദായം. സമ്പ്രദായം, പൂർവികന്മാരുടെ സമ്പ്രദായം. പൂർവികന്മാരുടെ സമ്പ്രദായം. ഞാൻ ജീവിക്കേണ്ടത് മാനുഷിക സമ്പ്രദായത്തിലല്ല. Yes. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, ഒരു കർത്താവിന്റെ കുഞ്ഞ് ജീവിക്കേണ്ടത് ആഫ്രിക്കൻ കൾച്ചറിലും ഇന്ത്യൻ കൾച്ചറിലും മലയാളി കൾച്ചറിലും ചൈനയുടെ കൾച്ചറിലും ഇംഗ്ലീഷുകാരന്റെ കൾച്ചറിലും അല്ല ജീവിക്കേണ്ടത്, ദൈവരാജ്യത്തിന്റെ കൾച്ചറിലാണ് ജീവിക്കേണ്ടത്. The kingdom of God. Yes, hallelujah. Amen. മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രിസ്തുവേശുവിനാൽ ഇന്ന് സമീപസ്ഥരായി മാറി. Amen. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കുവാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് നീ പ്രവേശിച്ചത് നീതീകരണത്തിലേക്കും തന്റെ രാജ്യത്തിലേക്കുമാണ്. Amen. Now you are the part and now you are the partaker of the kingdom of God. Amen. Hallelujah. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, എന്റെ പൗരത്വമോ, എന്റെ സിറ്റിസൺഷിപ്പ് വരെ ചേഞ്ച് ആയി സ്പിരിറ്റുലത്തിൽ. Amen. എന്റെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. Amen. I completely changed. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത്, പഴയ സമ്പ്രദായങ്ങൾ, പഴയ മനോഭാവങ്ങൾ, പഴയ ചിന്തകൾ, പഴയ ആചാരങ്ങൾ, പഴയ ചിന്താഗതികൾ, ഇത് പൂർണ്ണമായും കഴിഞ്ഞുപോയി എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ചു കർത്താവിന് നന്ദി പറയും. Finish, that is over. പ്രാർത്ഥിക്കണം, ഇത് പൊളിയാൻ പ്രാർത്ഥിക്കണം. ഉണർവ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. എന്റെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ഈ സമ്പ്രദായങ്ങൾ പൊളിയാതെ, ഈ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന മതാചാരങ്ങൾ, ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട സമ്പ്രദായങ്ങൾ പൊളിയാതെ ഒരിക്കലും ഒരു ഉണർവോ ചലനമോ ഉണ്ടാകത്തില്ല. യേശുവേ, അങ്ങ് ചിന്തിക്കുന്ന പോലെ ആ മൈൻഡ് എനിക്ക് തരണം. ക്രിസ്തുവേശുവിന്റെ മനസ്സ് തന്നെ, മനോഭാവം തന്നെ, മൈൻഡ് തന്നെ നമ്മൾക്കും ഉണ്ടാകട്ടെ. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവര് ഭക്ഷിക്കുമ്പോൾ കൈ കഴുകും. കണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ നോട്ടം. ചോറുണ്ടമ്മൻ കൈ കഴുകിയോ? എന്തുകൊണ്ടാ ഇവിടുത്തെ പിള്ളേര് നാട് വിടുന്നേ? എന്നാ പുതിയ തലമുറ നാട് വിടുന്നേ? ഒറ്റ യൗവനക്കാരില്ലല്ലോ ഇപ്പൊ കേരളത്തിൽ.
എല്ലാം പോവല്ലേ. They need the freedom. They need the life. അവർക്ക് സെക്യൂർ ആയിട്ടുള്ള സുരക്ഷിതമായ ഒരു ജീവിതം ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു. Amen. തൊട്ടതിനും പിടിച്ചതിനും നോക്കിയതിനും എടുത്തതിനും വന്നതിനും പോയതിനുമെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. Amen. Hallelujah. God is in control. Amen. ദൈവമാ സകലത്തെ നിയന്ത്രിക്കേണ്ടത്. Amen. We can care them, we can teach them, but we can't control them. നമുക്കവരെ കെയർ ചെയ്യാം, നമുക്കവരെ കറക്റ്റ് ചെയ്യാം. അവിടെ നടന്ന അത്ഭുതമല്ല പരീക്ഷന്മാരുടെ വിഷയം. അവിടെ അന്ധന്റെ കണ്ണ് തുറന്നതല്ല ഇവന്മാരുടെ വിഷയം. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ. ഒരിക്കൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ഹൃദയമോ ദൈവത്തിന്റെ മനസ്സോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊരു സാധനം പഠിച്ച് തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ. എവിടുന്നോ എന്തൊക്കെയോ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പഠിച്ചു വെച്ചതും ഞാൻ അറിഞ്ഞു വെച്ചതും ഒക്കെ ശരിയാണോ? അങ്ങനെയാണോ ഞാൻ ചിന്തിക്കേണ്ടത്? അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ ചിന്തിക്കുന്നില്ല. Are you with me? Yes. Amen. ഒരിക്കൽ യേശു കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ അവർ വഴിയിൽ നിന്ന് കതിര് പറിച്ചു തിന്നു. കതിര് പറിച്ചു തിന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ചർച്ചിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറയാം. അവർ ചർച്ചിലോട്ട് പോവുകയാണ്. ചർച്ചിലോട്ട് പോകുമ്പം അയ്യോ എന്തോ കഴിച്ചു. ചർച്ചിൽ പോകുമ്പം ഒന്നും കഴിക്കാൻ പാടില്ല. ഇത് യേശുവിനോട് ഭയങ്കര ഭയഭക്തിയോടെയും കുറ്റബോധത്തോടെയൊക്കെയാണ് ഇവർ പറയുന്നത്. അയ്യോ കഴിച്ചു പോയി, അറിയാതെ കതിര് പറിച്ച് തിന്നുപോയി. യേശുവിനെ എൻ്റെ ഒരു ഞാൻ തോളത്ത് തട്ടിട്ട്, ഡോണ്ട് വറി, ദാവീദും കാഴ്ചയപ്പം എടുത്ത് തിന്നായിരുന്നെന്ന്. Are you with me? Yes. ദാവീദ് കതിരല്ല പറിച്ചിരുന്ന, അകത്ത് തിരുവത്താഴത്തിന് വെച്ചിരുന്ന ബ്രെഡ് വിശപ്പ് കാരണം എടുത്ത് കഴിച്ചെന്ന്. അപ്പനെ അമ്മയെയും ബഹുമാനിക്കായെന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ വീണ്ടും കർത്താവ് പറയുന്നു, ഇങ്ങനെ നിങ്ങളുടെ ഈ സമ്പ്രദായം കൊണ്ട് ദുർബലമായി പോയത് എന്തുവാ? ദൈവവചനം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ദുർബലമാകുന്നത് ദൈവത്തിന്റെ വചനമാ. ആമേൻ. എല്ലാവരെയും സ്നേഹിക്കണം എന്ന ഈ വചനം മനുഷ്യൻ എടുത്തിരുന്നെങ്കിൽ ഇവിടെ വഴക്കുണ്ടോ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന വചനം ഇവിടെ ആക്ടിവേറ്റഡ് ആയിരുന്നെങ്കിൽ ഇവിടെ പട്ടിണിയുണ്ടോ? നിന്റെ ശത്രുവിനെയും നീ സ്നേഹിക്കണം എന്ന വചനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ശത്രുവുണ്ടോ? ഇവിടെ നമ്മൾ നിൽക്കുന്നത് വചനത്തിലല്ല, സമ്പ്രദായത്തിലാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ മൈൻഡ് സെറ്റ്. എന്നാൽ ഇന്ന് പൊളിയേണ്ടത് ആ മൈൻഡ് പൊളിഞ്ഞിട്ട് ക്രിസ്തുവേശുവിന്റെ ക്രിസ്തുവേശുവിന്റെ മനോഭാവം കർത്താവേ നീ എനിക്ക് തരണം. റീഡ് ഇറ്റ്. നിങ്ങളെ കുറിച്ച് യെശയ്യാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു.
മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കർത്താവ് പറയുകയാണ്, നെക്സ്റ്റ് വേർഡ് 10 പ്ലീസ്. എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ അരികിൽ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞു. കേട്ടല്ലോ അല്ലേ? Hallelujah. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അല്ല. വസ്ത്രത്തിൽ ആർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം, ഭക്തി അഭിനയിക്കാം, താഴ്മ അഭിനയിക്കാം. Amen. ഞാൻ തുറന്ന് സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഭക്തി അഭിനയിച്ചവരും ഭയങ്കര താഴ്മ നിന്നോട് കാണിച്ചവരുമല്ലേ നിനക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. Yes. Amen. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ മറ്റൊരാളുടെ ചിത്രമല്ല നമ്മുടെ അകത്ത് വരുന്നത്. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. Are you with me? Yes. Hallelujah. Hallelujah. അതുകൊണ്ടാണ് റോമർ 12:1-2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. Do not conform to the patterns of this world, but be transformed by renewing your mind. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ word 2 please pastor. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എവിടെയാ മാറ്റം ഉണ്ടാണ്? റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ്, നോട്ട് യുവർ ഡ്രസ്, നോട്ട് യുവർ എക്സ്റ്റേണൽ അപ്പിയറൻസ്. ഹല്ലേലൂയ. റിന്യൂവിംഗ് യുവർ മൈൻഡ്. മനസ്സിന് എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം സംഭവിച്ചാൽ 100% എന്നിൽ മാറ്റം ഉണ്ടാവും. Amen. Hallelujah. എനിക്ക് നന്നാവണം എന്നെൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ ഞാൻ നന്നാവും. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് സൗഖ്യമാകണം. രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ അകത്ത് ഒരു ചിന്ത വന്നു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവൾ ചിന്തിക്കുകയാണ്, ആ ചിന്തയാണ് അവളെ സൗഖ്യത്തിലേക്ക് നയിച്ചത്. Amen. Hallelujah. ഇതെന്റെ വിധിയാണ്, ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്, ഇത് ഇങ്ങനെ അവസ്ഥയാണ്, ഇതിൽ ഞാൻ തുടരും, ഇതുകൊണ്ടൊക്കെ ഞാൻ തീരും എന്ന് ഞാൻ ചിന്തിച്ചാൽ ഈ സാധനം നിന്നെ തീർക്കും. That is very important. ഏലിയാവ് ശക്തനായ മനുഷ്യനായിരുന്നു. മഴ പെയ്ച്ച മനുഷ്യൻ, മഴ പെയ്ക്കാതിരുന്ന മനുഷ്യൻ, യോർദാനെ 2 വിഭാഗിച്ചവൻ, ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടിയവൻ, സാരാപത്തിലെ വിധവയുടെ ക്ഷാമത്തെ തീർത്തവൻ, പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവൻ. പക്ഷേ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുമെന്ന് ഇസബേൽ പറയുമ്പോൾ ഏലിയാവ് കൊട്ടാരത്തിൽ കയറി വന്ന് ഇസബേലിനോട് പ്രവചിച്ചു, നീ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കിയാൽ നിന്റെ തലച്ചോറ് നായ തിന്നുവെന്ന്. അതിനുശേഷം ഇസബേൽ ഏലിയാവിന് ബാലിക്കാരെ വിട്ട് കത്തുകൊടുത്തു, നാളെ ഉഷസ്സിന് മുൻപ് നിന്നെ ഞാൻ തീർത്തു കളയുമെന്ന്. വാ തുറന്ന് പറഞ്ഞ തീയിറങ്ങി ഇസബേൽ തീരും. He's a mighty man. He was a great prophet. Hallelujah. He's an anointed servant of God. പക്ഷേ ഒരു സഹോദരി പറഞ്ഞു, നാളെ നിന്നെ വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ തീർത്തു കളയുമെന്ന്. അത് അവന്റെ ചിന്തയെ, അവന്റെ മൈൻഡിനെ തൊട്ടു. Amen. Hallelujah. അത് അവന്റെ മൈൻഡിനെ തൊട്ടപ്പോൾ ബൈബിൾ പറയുന്നു ഏലിയാവ് മരിപ്പാൻ ഇച്ഛിച്ചു. Amen. അവൻ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചെന്നിരുന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് മരിക്കണം. അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ഇത്ര ശക്തനായ പ്രവാചകൻ. ഹല്ലേലൂയ. Hallelujah. പൈശാചിക മേഖലകൾ അറ്റാക്ക് ചെയ്യുന്നത് നിന്റെ ചിന്തകളെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും പറഞ്ഞത്, ഒന്നിനെ കുറിച്ചും
നീ വിചാരപ്പെടരുത്. Amen. Hallelujah. Yes. നാളെ എന്താകുമെന്ന് ആകുലപ്പെടരുത്. Yes. യേശുവും പഠിപ്പിച്ചത് അത് തന്നെയാ. കാക്കകളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അത് കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല. വയലിലെ താമരയെ നോക്കുവിൻ, അത് നൂൽ നോക്കുന്നില്ല. പക്ഷേ ഇതിനെയെല്ലാം ഞാൻ പുലർത്തുന്നെങ്കിൽ നീ എന്തിനാ അല്പവിശ്വാസിയെ നാളെ കുറിച്ച് ചിന്തിക്കുന്നത്? Amen. Why you are thinking what you are thinking? Discern it. അടുത്തിരിക്കുന്ന ആളെ ഒന്നും ഇടിച്ച് മുട്ടിവെച്ച് പറ, നിന്റെ സംശയങ്ങളെ നീ സംശയിക്കണമെന്ന് പറ. നിന്റെ അകത്ത് ദൈവം തന്ന വാഗ്ദത്തത്തെയും വിശ്വാസത്തെയും നീ ഉറപ്പിച്ചോണം. Yes. ഇതിന് വിരോധമായി നിന്റെ അകത്ത് വരുന്ന സംശയങ്ങളെ നീ വിശ്വസിക്കല്ല വേണ്ടത്, സംശയങ്ങളെ നീ സംശയിക്കണം. Amen. അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല. Yes. Receive. നിന്റെ സംശയങ്ങളെ നീ സംശയിക്കുക, Amen. നിന്റെ വിശ്വാസത്തെ നീ ഉറപ്പിക്കുക. Amen. Hallelujah. മൈൻഡിനോടുള്ള എല്ലാ അറ്റാക്കുകളും മാറട്ടെ. Yes. Amen. എല്ലാ ആങ്സൈറ്റി മാറിപ്പോകട്ടെ. Amen. Shalarababa. രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരം എത്ര പേര് ആഗ്രഹിക്കുന്നു? കൈ കൊടുത്ത് പറഞ്ഞ് നിന്റെ മൈൻഡ് സെറ്റ് മാറണം. പറഞ്ഞേ മൈൻഡ് സെറ്റ് മാറണം. മൈൻഡ് സെറ്റ് മാറണം. കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. എന്നിട്ട് പറഞ്ഞേ, കർത്താവേ, പിതാവേ, പിതാവേ, അങ്ങ് ചിന്തിക്കുന്ന പോലെ അങ്ങ് ചിന്തിക്കുന്ന പോലെ എനിക്കും ചിന്തിക്കാൻ കൃപ തരണേ. കൃപ തരണേ. ഇത് എൻ്റെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പാസ്റ്റേഴ്സ്, എൻ്റെ കൂടെ നിൽക്കുന്നവരെ, ഇത് എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അതാണ് സത്യം എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, മാനുഷികമായ സമ്പ്രദായങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നിങ്ങൾ അതുപോലെ വിഴുങ്ങാതെ ഇതിനെയെല്ലാം വചനവുമായി മുട്ടിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. യു ആർ നോട്ട് വിത്ത് മീ. ഇതിനെയെല്ലാം വചനവുമായി മുട്ടിക്കണം. കാരണം ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതൊന്നുണ്ടെങ്കിൽ മതമല്ല, ആചാരമല്ല, വചനമാണ്. ശരിയുണ്ട്, ശരിയുണ്ട്, സത്യമുണ്ട്. സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ ബൈബിൾ ഒന്ന് മടക്കി വെച്ച് അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നേ? സത്യ വേദപുസ്തകം ആണോ? ഉറപ്പാണോ? വചനം സത്യമാണ്. യേശു വഴിയും സത്യവും ജീവനുമാണ്. ശരികൾക്ക് മാറ്റമുണ്ടാകാം, പക്ഷെ സത്യം മാറത്തില്ല. മനുഷ്യൻ നിങ്ങളോടും എന്നോടും പറഞ്ഞ ശരികളെ, മനുഷ്യൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ ശരികൾ എത്രയോ മാറി. നിനക്ക് ഈ രോഗമാണ്, നീ മരിക്കുമെന്ന് പറഞ്ഞില്ലേ, നീ ഇത്രയും നാള് പോകുമെന്ന് പറഞ്ഞില്ലേ, നിന്റെ തലമുറകൾ വഴിപിഴച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ, ആരൊക്കെ നിന്നെ ശപിച്ചു, ആരൊക്കെ നിന്നെ പരാഗി, ആരൊക്കെ നിനക്കെതിരെ ആവിചാരം ചെയ്തു, ആരൊക്കെ നിനക്ക് വിരോധമായി നിന്നു, ഇതെല്ലാം മാറി മറിഞ്ഞില്ലേ? പക്ഷെ സത്യം ഇപ്പോഴും still that is alive. Hallelujah. Jesus is alive. Still that is alive. Amen. Hallelujah. 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 Amen. നിങ്ങൾക്ക് കടമുണ്ട്. You are facing some financial issues. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ലോണുണ്ട്, കടമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ശരിയാണ്. That's right. That is right. Yes. But that is not truth. Yes. Amen. പക്ഷെ അത് സത്യമല്ല. സത്യം എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും പൂർണ്ണമായും തീർത്തു തരും. Amen. Hallelujah.
നമ്മൾ വിശ്വസിക്കേണ്ടത് മനുഷ്യൻ പറയുന്ന, മതങ്ങൾ പറയുന്ന, വ്യക്തികൾ പറയുന്ന, ആളുകൾ പറയുന്ന അവരുടെ സമ്പ്രദായങ്ങളും അവർക്ക് ഇഷ്ടമുള്ളവണ്ണം അടിച്ചിറക്കുന്നതായ കുറെ ശരികളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ സത്യത്തിലാണ്, ദൈവവചനത്തിലാണ്. ഇങ്ങനെ എത്രയോ പേർ ഭയത്തിൽ ജീവിക്കുന്നുണ്ടെന്നറിയോ? ദൈവത്തിന്റെ വാക്കുകളൊന്നും, ദൈവത്തിന്റെ ശബ്ദങ്ങളൊന്നും എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നതോ എന്നെ മുടിച്ചു കളയുന്നതോ അല്ല, എന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ടിനു പാസ്റ്റർ എന്നിവിടെ മിനിസ്റ്റർ ചെയ്തിട്ട് പോയാൽ എല്ലാവരും ഇവിടെ വറീഡായി, ടെൻഷനായി, അങ്കലാപ്പിലായി, ആദ്യം പിടിച്ച് യോഗം കഴിഞ്ഞ് ഭാരപ്പെട്ടായിരിക്കത്തില്ല പോകുന്നേ. എല്ലാവരും ഫ്രീ ആയിട്ടായിരിക്കും ഇതിന്ന് പോകുന്നത്. കൈ ഉണ്ടെങ്കിൽ അടിച്ച് കർത്താവിന് യേശു ഈ ഭൂമിയിൽ വന്നത് അറക്കാനല്ല, മുടിക്കാനല്ല, മോഷ്ടിക്കാനല്ല, എനിക്ക് ജീവൻ ഉണ്ടാകാനും. Come on, let us say, അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും. നിനക്കൊരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ട്, ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാതെ നീ പോവില്ല. നിന്റെ ഡ്രീമുകളെ, നിന്റെ സ്വപ്നങ്ങളെ, നിന്നിലുള്ള വാഗ്ദത്തങ്ങളെ നിനക്ക് ദൈവം നിവർത്തിക്കും. എന്റെ ദൈവം മരണം കൊണ്ടുവരുന്നവനല്ല, എന്റെ ദൈവം മരണത്തെ മാറ്റുന്നവനാണ്. ജോസഫ്, യേശുവിന്റെ വളർത്തപ്പനായ ജോസഫ് ഒരു സ്വപ്നം കണ്ടു, ഒരു ഡ്രീം കണ്ടു. അത് യേശു മരണപ്പെടുന്ന, യേശുവിനെ ഹെരോദാവ് കൊല്ലുന്ന സ്വപ്നമാണ്. ആണോ? യെസ്. അതാണോ കണ്ടത്? യെസ്. പക്ഷേ ആ സ്വപ്നം ദൈവം കാണിച്ചെന്തിനാ? കുഞ്ഞിനെ കൊല്ലാനാണോ? മരിക്കാനാണോ? മരിക്കാതിരിക്കാനാണോ? Hallelujah. Amen. Use the wisdom. Amen. ഈ ജനം പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നു. Amen. പലർക്കും വരവുണ്ട്, പക്ഷെ വിവരമില്ല. Amen. പറഞ്ഞേ, ഇപ്പുറം തട്ടിട്ട് പറഞ്ഞേ, പലർക്കും വരവുണ്ട്, വിവരമില്ല. പറഞ്ഞേ, ഇതൊന്നും അനുകരിക്കാനുള്ളതല്ല. Amen. ഇതിനെ ഞാൻ പവിത്രമായി കാണുന്നു, Yes. പാവനമായി കാണുന്നു. Amen. ദൈവം ഏൽപ്പിച്ചത് ചെയ്യ്. Amen. കർത്താവ് നിർത്തിയെടുത്ത് നിക്ക്. Amen. Amen. അല്പത്തിൽ വിശ്വസ്തനായിരിക്കെ, നിന്നെ അധികത്തിൽ ദൈവം വിചാരകനാക്കും. Amen. I receive. ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി, അവർക്കൊന്നും കിട്ടിയില്ല. യേശു കടൽക്കരയിൽ നിൽക്കുകയായിരുന്നു. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് വലത്തുഭാഗത്തേക്ക് വലയിറക്കാൻ പറഞ്ഞു. Amen. പെരുത്ത മീൻകൂട്ടം കിട്ടി. Amen. വലിയ 153 മീൻ, മത്സ്യം ഉണ്ടായിരുന്നു. Amen. അത്ര ഉണ്ടായിരുന്നിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്, The Gospel of John chapter 20, അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്ന് പറഞ്ഞാൽ എന്നതാ? അതിനകത്തുനിന്ന് നെറ്റ് പൊട്ടി ഒരു മീൻ പോലും Amen. ഇറങ്ങിപ്പോയില്ല. Oh, Jesus. കാരണം എന്നാ? കാരണം എന്നാ? ആ മീൻ ആര് കൊടുത്തതാ? Yes. കർത്താവ് തന്നത് നഷ്ടപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. Yes, I receive it. I receive it. Amen. I completely believe that. Amen. Oh, I'm feeling the anointing of Jesus here. I'm standing in my apostolic office. Amen. As an apostle of God, called to be an apostle, I decree and declare the life. I decree and declare the prosperity. I decree and declare the miracle. I decree and declare the blessings. I decree and declare the health and wealth in the name of Jesus. Receive it. Receive it. Amen.
മോനെ, മക്കളെ, നീ പേടിക്കാൻ നിന്ന നിന്നെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. Amen. നീ പേടിക്കാൻ നിന്നാൽ നിന്നെ പേടിപ്പിച്ചോണ്ടേയിരിക്കും. Amen. നീ പേടിക്കുന്നില്ലെന്ന് കണ്ടാൽ നിന്നെ പേടിക്കാൻ വന്നവനൊന്ന് പേടിക്കും. I will receive it. നിങ്ങൾ ചിലതിന്റെ മേലെ ഒരു വലിയ ജയത്തെ. Yes, I will receive it. Don't be afraid. യേശു എപ്പോഴും 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 പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഭയപ്പെടണ്ട. Amen. Amen. ബൈബിളിനകത്ത് 365 തവണ പറഞ്ഞിട്ടുണ്ട് അത്രേ ഭയപ്പെടണ്ടെന്ന്. ഓരോ ദിവസവും ഓരോ ക്യാപ്സൂൾ വെച്ച് കഴിച്ചോളാൻ. Amen. എന്റെ പൊന്നുമക്കളെ, എൽഷദായിലുള്ളവർ, ജീസസ് ഈസ് അലൈവ് ഫാമിലിയിലുള്ളവർ റിച്വൽ ആകരുത്, റിലീജിയസ് ആകരുത്. Amen. കുറെ സമ്പ്രദായങ്ങൾക്കകത്ത്, ചിന്താഗതികൾക്കകത്ത് നിൽക്കുന്നവരാകരുത്. നല്ല മനസ്സിന്റെ ഉടമകളായി, നല്ല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിക്കുന്നവരായിരിക്കണം. Amen. Hallelujah. 1 Corinthians chapter 2 verse 16. രൂപാന്തരപ്പെടാൻ എന്ത് ചെയ്യണം? എന്താ മാറണ്ടേ? എന്തോ മാറണ്ടേ? സഭയാണോ? എന്തോ മാറണ്ടേ? മതമാണോ? മൈൻഡ്. യുവർ ആറ്റിറ്റ്യൂഡ്. 1 Corinthians chapter 2 verse 16. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു. ആണോ? പറയാൻ എത്ര പേർക്ക് പറ്റും? Amen. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, ആരുടെയും നാശം കാണാൻ ആഗ്രഹിക്കാത്ത, ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന, Amen. ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത, ക്രിറ്റിസിസം ഇല്ലാത്ത, Amen. ബ്ലെയിം ചെയ്യാത്ത, ലവിങ് മൈൻഡ്. പറഞ്ഞ ലവിങ് മൈൻഡ്, Loving mind. അക്സെപ്റ്റിംഗ് മൈൻഡ്, Accepting mind. അണ്ടർസ്റ്റാൻഡിംഗ് മൈൻഡ്, Understanding mind. ഫിയർലെസ് മൈൻഡ്, Fearless mind. ഗിവിംഗ് മൈൻഡ്, Giving mind. forgiving mind, Forgiving mind. blameless mind, Blameless mind. ജീസസ് മൈൻഡ്. Jesus mind. സ്നേഹിക്കുന്ന മനസ്സ്, Yes. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്ന മനസ്സ്, Amen. എല്ലാവരെയും മനസ്സിലാക്കുന്ന ഹൃദയം. Amen. എന്റെ പൊന്ന് സഹോദരങ്ങളെ, കർത്താവ് നമ്മൾ ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്റെ പൊന്ന് ബ്രദറെ, നീ ആരാന്ന് വൃത്തിയായിട്ട് ദൈവത്തിന് അറിയാം. Amen. Amen. ഈ ചർച്ചയിൽ വരുമ്പോ എന്തതിശയമേ പാട്ട് പാടുന്ന, ഇവിടെ കിടന്ന് ചാടുന്ന ആള് വീട്ടിൽ ചെന്ന് എന്തോ ഫോണിനകത്ത് കാണുന്നതെന്ന് കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം. Amen. ഹല്ലേലൂയ. Hallelujah. ആ കർത്താവ് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലേ? എന്നെ മനസ്സിലാക്കുന്നില്ലേ? Yes. ശ്രദ്ധിക്കേണ്ട ഒരു പൗലോസിന്റെ അരയോപക്കുന്നിലെ പ്രസംഗം. പറഞ്ഞ അരയോപക്കുന്നിലെ പ്രസംഗം. അരയോപക്കുന്നിലെ പ്രസംഗം. ആ പ്രസംഗത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അരയോപക്കുന്നിൽ അരയോപഗമധ്യേ നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു വേർഡ്, നിങ്ങളെല്ലാറ്റിലും ഭക്തന്മാർ എന്ന്. നിങ്ങളെല്ലാ നോട്ട് എ ഭക്തന്മാർ, അതിഭക്തന്മാർ. എന്തോ അതിഭക്തന്മാർ. ഒന്നൂടെ, അതിഭക്തന്മാർ. ഞാൻ പറയട്ടെ, ദൈവം നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം തന്നിട്ടുണ്ടെങ്കിൽ ആരെ കാണിക്കാനാ ദുഃഖിക്കുന്നേ? ദൈവം നിങ്ങൾക്ക് നല്ല വസ്ത്രം തന്നിട്ടുണ്ടല്ലേ, എന്തിനാ ഈ മുഷിഞ്ഞതിട്ട് ആളുകളെ പ്ലീസ് ചെയ്യാൻ നടക്കുന്നേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? റീസൺ ഞാൻ പറയാം. നമ്മളിൽ പലരും റിലീജിയനാണ്, റിച്വലാണ്.
നമ്മൾ പഠിച്ചു വെച്ച കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ദൈവം തമ്പുരാനെന്ന് പറയുന്നത് ഈ നമ്മൾ കഷ്ടപ്പെടുമ്പം, നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പം സന്തോഷിക്കുന്നവനാണെന്നുള്ളതാണ്. നല്ലത് വിശ്വസിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല വെള്ളം കുടിക്കുക, ഹെൽത്തി ആയുള്ള ഭക്ഷണം കഴിക്കുക, നല്ല വിശ്വാസം, നല്ല ആഹാരം, നല്ല ശ്വാസം, നല്ല വെള്ളം നിന്റെ ലൈഫിനെ നിലനിർത്തും. Your wrong faith, wrong belief, wrong attitude, change it. എന്റെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകട്ടെ. എന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുന്നവനല്ല എന്റെ ദൈവം. 1 തിമോത്തി മോനെ, ഇത് ഇസ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. ആർ യു വിത്ത് മീ? ഞാൻ ഇന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17-ാം വാക്യം നോക്കി. വേർഡ് 16, 17 and 18. 1 തിമോത്തി 6:17, 18, 19. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും. That word 17, who give us richly all things to enjoy. നമ്മുടെ ജീവിതത്തിൽ സകലതും നമ്മൾ സന്തോഷിക്കുവാൻ നൽകുന്ന ദൈവം. How many people are enjoying? നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന എൻജോയ് ചെയ്യുന്നതല്ല സ്പിരിച്വാലിറ്റി, സാഡ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ തന്റെ മക്കളുടെ ശ്രേയസിൽ, അവരുടെ നന്മയിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. ഞാൻ ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, ഞാൻ ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രം ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം പിടിക്കരുത്, നിങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വരരുത്, നിങ്ങളുടെ മക്കൾക്ക് ആക്സിഡന്റ് ഉണ്ടാകരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകരുത്, അവരുടെ ജീവിതത്തിന്റെ വഴിയിൽ അവർ തകർന്നു പോകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും ഡീസന്റ് ആണ് സ്വർഗസ്ഥനായ എന്റെ പിതാവ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര നന്മ അധികം തരും. മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, യേശു പറയുന്നു, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, ദുർചിന്ത, വിടക്ക് കണ്ണ്. ആ വിടക്ക് കണ്ണെന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്ന എന്നറിയാമോ? ഈവിൾ ഐ. അശുദ്ധമാക്കുന്നത് അവന്റെ ദുർചിന്ത, അവന്റെ മൈൻഡിനകത്തുള്ള അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ. 2, വിടക്ക് കണ്ണ്. ആ വിടക്ക് കണ്ണെന്നുള്ളിടത്താണ് എഴുതിയിരിക്കുന്നത് ഈവിളായി. ഈവിളായി, ഈവിളായി എന്ന് പറഞ്ഞ പിശാചിന്റെ കണ്ണെന്നല്ല. നോക്ക്, look at that word. Mark chapter 7 verse 22. Evil eye. സിസ്റ്ററെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മമ്മ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Evil eye. Evil eye ആർക്കാ? മനുഷ്യൻ. ദുഷ്ടദൃഷ്ടി, വിടക്ക് കണ്ണ്. നമ്മൾ വിചാരിക്കുന്ന പിശാച് എന്നെ നോക്കുന്നതാ ദുഷ്ടദൃഷ്ടി, ഈവിളായി. നോ നോ, evil eye is not related to the demon. Amen. That's a human. Yes. Hallelujah. മനുഷ്യന്റെ നോട്ടത്തെയാണ്. Amen. ആ അസൂയയോടുള്ള നോട്ടം, Amen. ആ നോട്ടത്തെയാണ് വേദപുസ്തകം ഈവിൾ ഐ എന്ന് പറയുന്നത്. Amen. എല്ലാവരും നിന്നെ നോക്കുന്ന നോട്ടങ്ങൾ നിന്റെ നന്മയ്ക്കായുള്ള നോട്ടങ്ങളല്ല. Amen. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും.
Amen. ദാവീദ് രാജാവ് പറഞ്ഞത് ലൂസിഫറിനെ കുറിച്ചല്ല. ആവശ്യമില്ലാത്തവൻ, അരുതാത്തവൻ, എൻ്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കാത്തവൻ, എൻ്റെ നന്മയിൽ സന്തോഷമില്ലാത്തവന്റെ മുമ്പിൽ എൻ്റെ നന്മ പങ്കുവെക്കാൻ ഞാൻ നിൽക്കരുത്. Amen. Hallelujah. I cancel it. Amen. And I break it. Yes. All the evil eyes in the name of Jesus. Receive. Rashatala raba ba 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 ba. Listen. Amen. നിങ്ങൾ അങ്ങനെ ആകരുത്. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈവിളായി ഉണ്ടോ എന്ന് ഞാൻ നോക്കണം. എൻ്റെ ഐ ഈവിളാണോ എന്ന്. Amen. ഹല്ലേലൂയ. Hallelujah. മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ, മറ്റൊരാളുടെ അനുഗ്രഹം കാണുമ്പോൾ, വേറൊരാൾക്കൊരു ഉയർച്ച കാണുമ്പോൾ, മറ്റൊരാളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുമ്പോൾ, ഇവൻ നശിക്കണം, ഇവൻ അത് വരണം, അവൻ്റെ വണ്ടി ഇടിക്കണം, അല്ലെ അവൻ്റെ ജോലി പോകണം, അവൻ്റെ മക്കൾ അങ്ങനെ ആകണം, അവൻ ഇങ്ങനത്തെ സഭയ്ക്ക് ഇങ്ങനെ സംഭവിക്കണമെന്ന് നിന്റെ കണ്ണ് ഈവിൾ ഐ ആണോ എന്നുള്ളത് നീ ശോധന ചെയ്യണം. Amen. എന്നിട്ട് കണ്ണിലോട്ട് കൈവച്ചിട്ട് പറയണം, എൻ്റെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്റെ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിലോ എന്റെ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. Amen. Hallelujah. Amen. Jesus. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, സിംഹം എന്ന പോലെ, സിംഹമാണോ? അല്ല. ഹല്ലേലൂയ. Hallelujah. മനുഷ്യരുടെ അകത്തുനിന്ന് വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. That is not related to the demon, that is related to the heart of men. നിങ്ങളുടെ അകത്തൊരു കുഞ്ഞ് ജനിച്ചാൽ, വർഷങ്ങളായി മക്കളില്ലാതെ ഒരു കുഞ്ഞകത്തുണ്ടായാൽ, you pray, only exclusively share with എന്തോ പറയണ്ടേ, your parents or who loving you sincerely. Amen. എന്നോട് എന്നെ അസൂയയില്ലാത്ത ഹൃദയത്തോടെ എൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരോട് മാത്രം എൻ്റെ നന്മകളെ ഞാൻ പങ്കുവയ്ക്കുക. ഇനി ഏതവൻ അസൂയ എടുത്താലും, ഇനി എന്നാക്ക വിടക്കുകയെന്ന് വെച്ചാലും, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. ലിസൺ, 100% ചെയ്യും. ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമുക്കത് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതിനകത്തൊരു യുദ്ധം ഉണ്ടാവും. ഹല്ലേലൂയ. അരയോപക്കുന്നിലെ പ്രഭാഷണത്തിൽ അപ്പോസ്തലപ്രവൃത്തി 17:22-23 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നിങ്ങളെല്ലാറ്റിലും അതിഭക്തരെന്ന് ഞാൻ കാണുന്നു. 17:22, 23 വാക്യം. പൗലോസ് അരയോപഗമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഇത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. അതിഭക്തിമാന്മാരെ. ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പാടാ. ഈ ലോകപരമായി ജീവിക്കുന്നവനെ പെട്ടെന്ന് ക്രിസ്തുവിലേക്ക് തിരിക്കാം. പക്ഷെ ഈ അതിഭക്തി നടിച്ച് നടക്കുന്ന, അതിഭക്തി അഭിനയിക്കുന്ന ഒരു ടീമുണ്ട്. ഇവരെ ഒരിക്കലും നന്നാക്കാൻ പറ്റൂല. അരയോപക്കുന്നിലെ മെസ്സേജ് ഇല്ലേ, അരയോപക്കുന്നിലെ മെസ്സേജ് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 17 വായിക്കണം. എന്നാ പവർഫുൾ മെസ്സേജ് ആണെന്നറിയാവോ? പൗലോസിന്റെ പ്രഭാഷണങ്ങളിൽ ഈടുറ്റ കരുത്തുള്ള ശക്തമേറിയ ഏറ്റവും വലിയ മെസ്സേജ് അരയോപക്കുന്നിലെ പ്രസംഗമായിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിയത് എന്നാന്നറിയാവോ? ഈ പ്രോപ്പറായ ഒരു ക്രൗഡിലല്ല പൗലോസ് ഇത് വിളമ്പിയത്. യുമാരെല്ലാം ഭയങ്കര സൂപ്പർ റിലീജിയനും സൂപ്പർ റിച്വലും സൂപ്പർ ഹോളിയുമായിരുന്നു. അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ പറയാൻ വിട്ടുപോയ പോയിന്റ് അവര് പറഞ്ഞു തരും.
എന്നാൽ അവരെയും കൊണ്ട് ആർക്കെങ്കിലും നന്മയുണ്ടോന്ന് വെച്ചില്ല. അങ്ങനെ പൗലോസ് ഈ അതിഭക്തന്മാരുടെ നടുവിൽ നിന്ന് പോകാനേ പറ്റൂ. കാരണം ഇവർ സൂപ്പർ റിലീജിയനാണ്. അതുകൊണ്ട് എന്നെ പറ്റി ഇത്രയും വലിയ മെസ്സേജ് പറഞ്ഞിട്ട് 34-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ചില പുരുഷന്മാർ അവനോട് ചേർന്ന് പറഞ്ഞ ചിലര് മാത്രം വിശ്വസിച്ചു. അതില് അരയോപഗസ്ഥനായ ദിയോനോസസ് ഉണ്ടായിരുന്നു, ദമരീസ് എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, മറ്റു ചിലരും ഉണ്ടായിരുന്നു. പക്ഷെ ആയിരങ്ങൾ ആ മെസ്സേജ് കേട്ടെ, 4-5 എണ്ണമാണ് രക്ഷിക്കപ്പെട്ടെ. പൗലോസിന്റെ മെസ്സേജ് അങ്ങനല്ല, എല്ലാണ്ണവും കർത്താവിനാൽ തുടപ്പെടും. പക്ഷെ അവരുടെ പ്രശ്നം അവർ ഈ അതിഭക്തിമാന്മാരുടെ പ്രസംഗിക്കാൻ പോയാൽ, പഠിപ്പിക്കാൻ പോയാൽ പണിയാ. മക്കളെ, കർത്താവിന്റെ മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ സൂപ്പർ റിലീജിയനും സൂപ്പർ റിച്വലും ആചാരങ്ങളും മതവും അകത്ത് കയറി മനുഷ്യ സ്നേഹമില്ലാതെ എല്ലാത്തിലും കുറ്റം കാണുന്നവരും കുറവ് കണ്ടുപിടിക്കുന്നവരും എക്സ്റ്റേണലി നോക്കി വിധിക്കുന്നവരുമായി തീരരുത്. തെറ്റിനെ തെറ്റല്ലെന്ന് പറയാനല്ല ഞാൻ ഈ പഠിപ്പിക്കുന്നത്. തെറ്റാണ്. പക്ഷേ we need that understanding mind. കർത്താവ് ചിന്തിക്കുന്ന പോലെ. എന്നെ കേൾക്കുന്നുണ്ടോ? ശമരിയക്കാരി സ്ത്രീ എന്നെ കേൾക്കുന്നുണ്ടോ? ശമരിയക്കാരി സ്ത്രീ 5 കല്യാണം കഴിച്ചവളാ. എത്ര കല്യാണം കഴിഞ്ഞു? 5 കല്യാണം. ഇപ്പോഴുള്ളവനോ ഭർത്താവും? ഹലോ, അവളോടാണ് യേശു എന്ത് ചെയ്യുന്നത്? വർത്തമാനം പറയുന്നത്. അവളെ നേടാനാണ് യേശു അവിടേക്ക് പോയത്. അവളാണ് പട്ടണത്തിൽ ചെന്ന് ഒരു വലിയ കൂട്ടത്തെ ഇളക്കി കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. You are accepting that person? No. പിന്നെ ഇവളാരാന്ന് എനിക്കറിയാം, അവനാരാന്ന് എനിക്കറിയാം. അത് നീ പോയി നന്നാവ് എന്നിട്ട് എന്നോട് പറയാൻ പാ. പക്ഷേ യേശു അതല്ലായിരുന്നു. ഒരു പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാലിൽ വന്ന് കരഞ്ഞു, കണ്ണീര് കൊണ്ട് കാല് തുടച്ചു, കഴുകി, തലമുടി കൊണ്ട് തുടച്ചു. കണ്ടു നിന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സ്ത്രീ ആ വീട്ടിൽ വന്നത്. പക്ഷെ അവളെയും യേശു അക്സെപ്റ്റ് ചെയ്തു. ഞാൻ എന്നെ കേൾക്കുന്നവരോട് സ്നേഹത്തോടെ, ആരെയും പരസ്യമായി അപമാനിക്കരുത്, ആരെയും പൊതുവായി അപമാനിക്കരുത്. ചിലർ ആത്മഹത്യ ചെയ്തത്, ചിലർ ജീവിതം അവസാനിപ്പിച്ചത്, ചിലർ നാട് വിട്ടുപോയതൊക്കെ അവരേറ്റ അപമാനങ്ങളാണ്. അവർക്ക് ദൈവത്തോട് പലപ്പോഴും ക്രിസ്തുവിനോടോ വചനത്തോടോ ബന്ധമില്ലാതായി പോയി. പിശാച് അത് മുതലെടുത്തു. യേശു അവളെ അക്സെപ്റ്റ് ചെയ്തു, സക്കായിയെ അക്സെപ്റ്റ് ചെയ്തു. ആർ യു വിത്ത് മീ? നമ്മൾ ചെയ്യുവോ? അതാണ് എന്റെ ചോദ്യം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വർത്തമാനം ആദ്യം പരസ്യപ്പെടുത്തുന്നത് മഗ്ദല മറിയമാണ്. നിങ്ങള് അവളുടെ ചരിത്രം നോക്കാൻ നിന്നാൽ, മക്കളെ, നമ്മുടെ അടുത്ത് വരുന്നവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്കവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കരുതാനും ഒക്കെ കഴിയണമെങ്കിൽ കർത്താവ് ചിന്തിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് കുറ്റവും കുറവും മാത്രമേ കാണാൻ പറ്റുള്ളൂ. യെശയ്യാവിന്റെ പ്രവചനം 20-ാം അധ്യായത്തെ അതിന്റെ 1, 2, 3 വാക്യങ്ങളെന്ന് വായിച്ചേ. അതിനെ ആ കാലത്ത് തന്നെ യഹോവ ആമോസിന്റെ മകനായ യെശയ്യാവോട്, നീ ചെന്ന് നിന്റെ അരയിൽ നിന്ന് രട്ടുശീല അഴിച്ചു വെച്ച് കാലിൽ നിന്ന് ചെരുപ്പും ഊരിക്കളക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. ആര്? യെശയ്യാ.
ആര്? യെശയ്യാ പ്രവാചകൻ. Who is Isaiah? Prophet. You are accepting him? Yes. Really? Yes. എന്നാ അടുത്ത വാക്യോടെ വായിച്ചോ. പിന്നെ യഹോവ അരുളിച്ചെയ്ത്, എന്റെ ദാസനായ യെശയ്യാവ് മിസ്രൈമിനും കൂശിനും അടയാളവും അത്ഭുതവുമായിട്ട് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നതുപോലെ 3 വർഷം നഗ്നനായും ചെരുപ്പിടാതെ നടന്ന പുള്ളി കൂശിനും മിസ്രൈമിനും അടയാളം അത്ഭുതവുമായി പ്രവർത്തിച്ചു. നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടാൽ നിങ്ങളുടെ മനസ്സെന്നായിരിക്കും? യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് പേഴ്സൺ? അങ്ങനെ നടക്കണമെന്നല്ല ബൈബിൾ പറയുന്നേ. വസ്ത്രം ധരിക്കാതിരിക്കണമെന്നല്ല പറയുന്നേ. പക്ഷേ നിങ്ങൾ നോക്കുന്ന ആംഗിളിലല്ല പലപ്പോഴും പലതും ദൈവം നോക്കുന്നേ. ചിലതൊക്കെ തലയും കുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലും നടക്കുന്നില്ല. ചിലതൊന്നും പ്രാർത്ഥിക്കുന്ന പോലും ഇല്ല, രക്ഷപ്പെട്ട് പോവുക. വാട്ട് ഈസ് ദ റീസൺ? അവർ മൈൻഡ് സെറ്റ്. പ്രവാചകനായ യെശയ്യാവ് നമ്മൾ നോക്കുന്നത്, പുള്ളി ഇന്ന് ആ വെള്ളയുടുപ്പ് അല്ലല്ലോ ഇട്ടിരിക്കുന്നേ, പുള്ളി ഇന്ന് ആ ഡ്രസ്സ് അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. നമ്മൾ നോക്കുന്ന എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. ഞാനിതൊരു ചെറിയ ഉദാഹരണം, ദൈവം പ്രവാചകനായ യെശയ്യാവിനോട് ഇത് സംസാരിക്കുമ്പം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഈസ് അമേസിങ്. അത് ആ മനുഷ്യൻ അത്രയും വർഷം എങ്ങനെ നടന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. That time he was prophesied. The Lord did the miracle through him. കൂശിനും മിസ്രൈമിനും അടയാളം അത്ഭുതമായിരുന്നു ആ സമയത്ത്. മാനുഷികമായിട്ട് നോക്കിയാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും വിമർശിക്കാനും ആളുകളെ കളിയാക്കാനും പരിഹസിക്കാനും നടക്കാതെ എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദൈവം മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായും പറയുന്നു, the favor of the Lord will surround your life. Amen. Hallelujah. I receive. I am coming to the very important point. Amen. പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരു ഓൾട്ടർ കണ്ടു ആ സ്ഥലത്ത്. ദാറ്റ് വേർഡ് ഈസ് ഇമ്പോർട്ടന്റ്. I found an altar with this inscription to unknown God. കാരണം പൗലോസ് നോക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം, സഭയോടുള്ള ബന്ധം, ആ വ്യക്തിയോടുള്ള ബന്ധം, ആ ഹൃദയപൂർവ്വമുള്ള ബന്ധമാണെങ്കിൽ, അത് സ്നേഹത്തിലുള്ള ബന്ധമാണെങ്കിൽ അതൊരിക്കലും തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. Hallelujah. ലിസൺ, പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരുപാട് ഓൾട്ടർ പറഞ്ഞ ഓൾട്ടർ, ഒത്തിരി ഓൾട്ടറുകൾ കാണാം, യാഗപീഠങ്ങൾ കാണാം. പക്ഷെ അതിലൊരു യാഗപീഠത്തിൽ, ഒരു ഓൾട്ടറിൽ അജ്ഞാത ദേവന് എന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു. ഒരു വേദിക്കല്ല്. യു അണ്ടർസ്റ്റാൻഡ് മീ? ആ ഓൾട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ പൗലോസിന്റെ പ്രസംഗം. എവിടെ ഒരു ഡെലിവറൻസ് ഉണ്ടായിട്ടുണ്ടോ, എവിടെ കൃത്യമായ ഒരു സ്പിരിച്വൽ ഡീൽ ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം ഒരു ഓൾട്ടർ ഉണ്ട്. എന്താ ഈ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ? എൽഷദായ് ചർച്ചിലെ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ എന്നാ? ദിസ് ഈസ് എൻ ഓൾട്ടർ. ഇതാണ് ഇവിടുത്തെ ഓൾട്ടർ. ഈ ഓൾട്ടറിന്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നതാണ് ആ സമർപ്പണത്തിന്റെ സമയം. വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ എവിടെയും ലിസൺ എവിടെയും ഒരു ഡെലിവറൻസിനായി ഞാനൊരു ഓൾട്ടർ കാണുന്നു. പുറപ്പാട് 17:8 വാക്യത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആക്ട്സ് ചാപ്റ്റർ 17:8, റഫീദീമിൽ വെച്ച് അമേലിയോക്കർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ പിന്നെ മോശ ഒരു യാഗപീഠം and Moses built an altar. മോശ ഒരു യാഗപീഠത്തെ പണിതു, അതിന് യഹോവ നിസി എന്ന പേരിട്ടു. Hallelujah. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, അടുത്ത ജനറേഷനുകൾക്ക്, അടുത്ത തലമുറയ്ക്ക്
ആമേൻ. അമാല്യോക്കരിൽ നിന്ന് ആമേൻ. ഇനിയും യുദ്ധം ഉണ്ടാകുമെന്ന് മോശയ്ക്കറിയാം. He was a great prophet. അതുകൊണ്ട് മോശ ചെയ്തത് യുദ്ധം കഴിഞ്ഞ് പൊടിയും തട്ടി പോവല്ല, അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. Amen. Hallelujah. ആ ഓൾട്ടറിൽ നിന്നുകൊണ്ട് മോശ ഡിക്ലെയർ ചെയ്തു, യാവേ നിസ്സി, യഹോവ ജയക്കൊടിയായിരിക്കും. ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് പ്രഖ്യാപിക്കുന്നുവോ അതത്രേ നിന്റെ ലൈഫിൽ ആക്ടിവേറ്റഡ് ആകുന്നത്. Hallelujah. This is an altar to altar deal. Amen. പറഞ്ഞ demonic altar Demonic altar and the divine altar. and the divine altar. പൈശാചിക മേഖലകൾക്ക് ഓൾട്ടർ ഉണ്ട്. അബ്രഹാം ഉൽപ്പത്തി 12:7 യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമായി, നിന്റെ സന്തതിക്ക് ഞാൻ ദേശം കൊടുക്കും. അവൻ അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ഉണ്ടാക്കിയ ആ ഓൾട്ടർ, ആ യാഗപീഠം ആയിരുന്നില്ലേ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ തിരിച്ചത്? ആ ഓൾട്ടറിന്റെ മുമ്പിലല്ലേ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പൈശാചിക മേഖലകൾ നിനക്ക് വിരോധമായി യാഗപീഠങ്ങളെ ഉണ്ടാക്കി, ഓൾട്ടറുകൾ ഉണ്ടാക്കി നിനക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകം ചലിക്കുന്ന ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട്, ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി ഇന്ന് പകൽ ദൈവം സംസാരിക്കുകയാണ്. Hallelujah. Hallelujah. ഭൂമിയിൽ പ്രളയം ഉണ്ടായി സിസ്റ്ററെ, ഭൂമി നശിക്കുകയാണ്. നോഹയും കൂട്ടരും അരാരത്ത് പർവ്വതത്തിലെത്തി, പെട്ടകം അവിടെ ഉറച്ചു. ഒരു വ്യത്യാസം ഉണ്ടാകാൻ, അടുത്തൊരു സീസണിലോട്ട് കയറാൻ ഉൽപ്പത്തി പുസ്തകം 8-20 ബൈബിൾ പറയുന്നു, നോഹ യഹോവയ്ക്ക് ഒരു ഓൾട്ടർ ഉണ്ടാക്കി, ഒരു യാഗപീഠം പണിതു. And Noah built an altar. You are sitting in front of the altar. Word 21, 22, 23. ദൈവം തന്റെ തീരുമാനത്തെ മാറ്റി. ഇനി ഞാൻ ഭൂമിയെ ശപിക്കത്തില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. 21 വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യഹോവ ഈ യാഗത്തിന്റെ സൗരഭ്യമാസന മണത്തപ്പോൾ തന്റെ ഹൃദയത്തിൽ, ദൈവം തന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. ആ ഓൾട്ടറിന്റെ മുമ്പിൽ ദൈവം ഒരു തീരുമാനം എടുത്തു. ഇരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു തീരുമാനം എടുക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം, God will decide it. No man can break it that. No demon can break it that. No witchcraft can break it that. If God is with us, who can be against us? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? നോഹയുടെ ആ ഓൾട്ടറിന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ തീരുമാനങ്ങളെ ദൈവം മാറ്റുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ that word is very powerful and important. അതിന്റെ 7-ാം അധ്യായം 12-13 First Samuel chapter 7 verse 12-13. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്ക് ദേശത്തിന് മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചെന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ശമൂവേൽ അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കുകയാണ്. By faith. 13 എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് അനേകർ സൗഖ്യം പ്രാപിച്ച, അനേകരോട് ആത്മാവ് ഇടപെട്ട ഈ ഓൾട്ടറിൽ നിന്നുകൊണ്ട് മുഴുവൻ കുടുംബങ്ങൾക്കും വേണ്ടി സംസാരിക്കുകയാണ്. എല്ലാ പൈശാചിക മേഖലകളും, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല ശക്തികളും കീഴടങ്ങണം.
എല്ലാ റിലീജിയസ് ആയ മൈൻഡ് സെറ്റും മാറിപ്പോകട്ടെ. എന്റെ ചിന്താഗതികൾ, എന്റെ ആറ്റിറ്റ്യൂഡ് ദൈവികമാകട്ടെ. ഞാനൊരു മതഭ്രാന്തനായി, ഞാനൊരു സഭാഭ്രാന്തനായി മാറാതിരിക്കട്ടെ. എന്നിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കട്ടെ. നിങ്ങൾക്കറിയാവോ, കർമ്മേൽ മലമുകളിൽ പൈശാചികമായ ഓൾട്ടർ പൊങ്ങി. ഇസബേലും അശേരയും അഹാബും എല്ലാം ചേർന്ന് ബാലിന് യാഗപീഠം ഉണ്ടാക്കിയോ? അപ്പൊ ഏലിയാവ് എന്നാ ചെയ്തേ? അവിടെ ഒരു പൈശാചികമായ ഓൾട്ടർ പൊങ്ങിയെന്നറിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ഏലിയാവ് ദൈവികമായ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 18, 1 രാജാക്കന്മാർ 18-ാം അധ്യായം 32-ാം വാക്യം. ആ 32-ാം വാക്യത്തിൽ കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം ഉണ്ടാക്കി. And with the stones he built an altar in the name of the Lord. Amen. Verse 37, 37-ാം വാക്യം. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ തന്നെ യഹോവ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് നീ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ. ഇതെവിടെ നിന്നാ പ്രാർത്ഥിക്കുന്നേ? ഓൾട്ടറിന്റെ മുമ്പിൽ. 38-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. എവിടെ ഇറങ്ങി? ഓൾട്ടറിൽ ഇറങ്ങി. ഓൾട്ടറിൽ ഇറങ്ങി. ഈ ഓൾട്ടറിൽ തീ ഇറങ്ങിയാൽ നിന്റെ ജീവിതത്തിന് തിരിവാകുകയാണ്. എന്റെ ജീവിതത്തിന് വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന സകല യാഗപീഠങ്ങളെയും എന്റെ ആരാധന എന്ന യാഗത്തിന്റെ മുൻപിൽ, എന്റെ പ്രാർത്ഥന എന്ന യാഗത്തിന്റെ മുൻപിൽ, എന്റെ വിശ്വാസം എന്ന യാഗത്തിന്റെ മുൻപിൽ ഞാൻ ഉടച്ചു കളയുകയാണ്. ജനമെല്ലാം അത് കണ്ടിട്ട് കവന്നു വീണു. ബിക്കോസ് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണിത്. മക്കളെ, പൈശാചികമായ ഒരു ഓൾട്ടർ നിങ്ങൾക്കെതിരെ പൊങ്ങിയെന്ന് കണ്ടാൽ, നിങ്ങൾക്കത് ഫീൽ ചെയ്താൽ, നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥനാ മുറി എന്ന വേറൊരു ഓൾട്ടർ ഉണ്ട്. അത് സെറ്റ് ആവണം. ഓൾട്ടർ ടു ഓൾട്ടർ ഫൈറ്റ് ആണത്. ഓൾട്ടർ ടു ഓൾട്ടർ. പലരുടെ വിഷയം ഇവിടെ ഡീൽ ചെയ്യും, ഇവിടെ ഡീൽ ചെയ്യും. സ്വർഗം ഇവിടെ ഡീൽ ചെയ്യും. നിങ്ങൾക്കറിയാമോ, അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആ ഡിമോണിക് ഓൾട്ടറിനെ ഡിവൈൻ ഓൾട്ടറിലൂടെ ഏലിയാവ് തകർത്തപ്പോൾ, പൈശാചിക ഓൾട്ടർ പൊളിച്ചപ്പോൾ അവൻ വലിയ മഴയുടെ മുഴക്കം കേട്ടു. 41-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ വലിയ മഴയുടെ മുഴക്കം കേട്ടു. 46-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ആഹാബിന്റെ കുതിരയേക്കാൾ വേഗത്തിലോടി. ചില പൈശാചിക ഓൾട്ടർ തകരുമ്പോൾ നിന്റെ വിടുതലിന്റെ മുഴക്കം ഇന്ന് പകൽ ഇവിടെ കേൾക്കുകയാണ്. I am breaking some demonic altars in the mighty name of Jesus. Oh, I can see you are running, you are moving. ഇന്ന് പൈശാചിക മേഖലകൾ ഉണ്ടാക്കിയ പദ്ധതികളെ വാക്കുകളിലൂടെ, ഉച്ചാരണങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ചിന്തകളിലൂടെ,
നിനക്കും എനിക്കും സഭയ്ക്കും നിന്റെ തലമുറയ്ക്കും കുടുംബങ്ങൾക്കും വിരോധമായി ഉണ്ടാക്കിയ സകല ഓൾട്ടറുകളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറി. I am hearing the voice of deliverance. I can hear the voice of abundance. I receive it. In the name of Jesus. I receive it. നീ ഒരിക്കലും സ്റ്റക്ക് ആകത്തില്ല. I receive it. നീ മൂവ് ചെയ്യും. I receive it. I receive it. എവിടേക്കോ സ്റ്റക്കായി കിടക്കുന്നവരെല്ലാം മൂവ് ആകട്ടെ. മൂവ് ആകട്ടെ. മൂവ് ആകട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ യാഗപീഠത്തിന്റെ മുമ്പിൽ വരുമ്പോൾ, നിങ്ങൾ യാഗപീഠത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നീ അവനുമായി നിരന്ന ശേഷം യാഗപീഠത്തിന്റെ മുമ്പിൽ വരിക. എന്താണ് ആ യാഗപീഠം? അത് പ്രാർത്ഥനയുടെ യാഗപീഠം, അത് ആരാധനയുടെ യാഗപീഠം. നിനക്ക് വിരോധമായി നിന്റെ ഭവനത്തിന് ചുറ്റും പിശാച് ഉയർത്തിപ്പൊക്കിയ ഓൾട്ടറുകളെ നിന്റെ പ്രാർത്ഥനാ മുറിയുടെ ഓൾട്ടറിനകത്ത് നീ തകർക്കാൻ തയ്യാറായാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയില്ല. പ്രാർത്ഥന പറഞ്ഞേ, പ്രാർത്ഥന എന്ന യാഗപീഠം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കല്ലുകൊണ്ട് കെട്ടിയ യാഗപീഠമല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാളക്കിടാവിനെയും ആട്ടുകൊറ്റനെയും അർപ്പിക്കുന്ന യാഗപീഠമല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. Hallelujah. The greatest altar, the great altar. Hallelujah. Hallelujah. അത് കാൽവറി ക്രൂശിലാണ്. അത് തലയോടിടം എന്ന സ്ഥലത്താണ് ഞാൻ ആ ഓൾട്ടർ കാണുന്നത്. ആ ഓൾട്ടറിൽ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായപ്പോൾ ബൈബിൾ പറയുന്നു, ഭൂമി ഇരുട്ടായി, ഭൂകമ്പമുണ്ടായി, മരിച്ച വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് ഉയർത്തു, ദേശം അത് തിരിച്ചറിഞ്ഞു. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നിന്റെ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ നിങ്ങളുടെ ചർച്ച്, that is important. നിങ്ങൾ എത്ര പേർ പറയും, പാസ്റ്റർ ഈ ഓൾട്ടറിൽ, ഈ പ്ലാറ്റ്ഫോമിൽ, ഈ ഓൾട്ടറിൽ നടന്ന ശുശ്രൂഷകളിലൂടെ എന്റെ ജീവിതത്തിൽ തീരുമാനമാകാത്ത പല വിഷയങ്ങൾ കകത്തും, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തത് പലതും. ഇത് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണ്. ഇന്നിവിടെ ആരാധന ഉയരുമ്പോൾ, ഇന്നിവിടെ സ്തുതികൾ ഉയരുമ്പോൾ, ഇന്നിവിടെ കർത്താവിന് മഹത്വം ഉയരുമ്പോൾ, അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഉയരുമ്പോൾ, പല ഡിമോണിക് ഓൾട്ടറുകളും ഇവിടെ ഇന്ന് തകർന്നു വീഴും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ റിച്വൽ ആകരുത്, നിങ്ങൾ റിലീജിയന്റെ ഭാഗമാകരുത്. നിങ്ങളുടെ മൈൻഡ് ക്രിസ്തുവിന്റെ മനസ്സായിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് തന്നെ നിങ്ങൾക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. അവന്റെ മനോഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകണം. അങ്ങനെയാണ് കർത്താവിന്റെ മനസ്സ്. അത് ഭയമില്ലാത്ത മനസ്സാണ്. Is a fearless heart, loving heart, accepting heart. എല്ലാ ഭയങ്ങളും നിങ്ങളെ വിട്ടു പോകട്ടെ. മാനുഷിക ഭയം ഒരു കെണിയാണ്. ഒറ്റ മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടരുത്. അവനൊരു ശ്വാസം മാത്രമാണ്. അവനൊരു ശ്വാസം മാത്രമാണ്.